സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിച്ചതോടെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം കൂടുതൽ അവതാളത്തിലായി. സർക്കാരിന് നിഷേധാത്മക സമീപനമാണെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് KGM-CTA നിലപാട്. അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചുള്ള സമരവും തുടങ്ങിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിച്ചു. അനിശ്ചിതകാല OP അധ്യാപന ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തി. സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറില്ല. ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ഡേറ്റ് ഇട്ട് തന്നു. എന്ത് ചെയ്യാൻ പറ്റും? അവരിപ്പോൾ സമരം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാക്കില്ല. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്യും. രോഗികൾക്കൊന്നും ഡോക്ടർമാരില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞു പോകില്ലേ? ഞങ്ങളെ പോലുള്ളവർ കണിയില്ല തന്നെ. ഗവൺമെന്റ് ആസ്പത്രി അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ലല്ലോ. കോഴിക്കോട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. PG ഡോക്ടർമാരെ വെച്ചായിരുന്നു പ്രവർത്തനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KGM-CTA സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റൊസ്നാര ബീഗം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ജോലി ചെയ്തതിന്റെ കൂലിയാണ് ചോദിക്കുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് വെച്ചല്ല ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ഇതിലേക്ക് തള്ളിവിട്ടതാണ്. കോഴിക്കോട് കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫെബ്രുവരി 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളിൽ നിന്നുകൂടെ വിട്ടുനിൽക്കാനാണ് KGM-CTA തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.